അതിന് ഞാൻ ശബ്ദം കേൾക്കും. ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കും. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആള് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലെ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറയാറ്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്കിതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? പോലീസുമായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളുണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ഇപ്പൊ നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അപ്പൊ അതിനുശേഷം അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു. അതായത് ഇവർ പുറത്തു പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്തു പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി പറയട്ടെ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പൊ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. ഇത് സംഭാഷണമാണല്ലോ. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു.
അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്തു പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവര് തന്നെ എനിക്ക് അയച്ചു തരൂ. നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാള് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആള് എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിന്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെന്റെ സുഹൃത്താണ്. നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവര് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷെ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി. ഇതിന് പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വിശദീകരണം നൽകാൻ അങ്ങ് വൈകിയത്? ഇപ്പോ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ള ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക? ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന്. വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച്. ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഞാനൊരു ചാറ്റ്, ആ ആളുടെ ചാറ്റ്, ഇനി ഞാൻ ആ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത്, പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത്, അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തും. അപ്പൊ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകി എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കൂ. അതിന്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡർ ആണെന്നൊക്കെ പറയുന്നു. അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പം എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല. പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും യെസ്, ഇതായിരുന്നു പ്രതിരോധം തീർത്തുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം, ഇത് ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ അവന്തികയുമായി സംസാരിച്ചതാണ്. ഓഗസ്റ്റ് 1 ഈ സംഭാഷണം. ആ സംഭാഷണ സമയത്ത് അവന്തിക എല്ലാം തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതേ അവന്തിക തന്നെ പിന്നീട് ഓഗസ്റ്റ് 21 രാഹുലിനെതിരെ രംഗത്ത് വരികയും എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 1 ചോദിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പറയാതിരുന്നത് എന്നതും വ്യക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ പുറത്തുവിട്ട ആ ഓഡിയോ വെട്ടിവേലത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവന്തിക, ഇത് ഗൂഢാലോചനയാണ്. നമ്മൾ ഓഗസ്റ്റ് 1 രാത്രിയിൽ നടത്തിയ സംഭാഷണം, അത് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനിടയിൽ എന്തോ ഗൂഢാലോചന നടന്നിരിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് മുഴുവൻ ആവർത്തിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു, അതിൽ ഞാനും താങ്കളുമടക്കം പങ്കാളികളാണ് എന്നാണ് രാഹുൽ പറയുന്നത്. എനിക്ക് നിയമപരമായ ഏത് വഴിയിലും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അത് രാഹുലിനെ പോലെ ആരോപണം വരും, അത് അതുവഴി അങ്ങ് പൊക്കോളൂന്നല്ല, ഏത് നിയമവഴിയിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അവന്തികയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? ഞാനും തയ്യാറാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായ അയാൾ തന്നെ തെളിയിക്കട്ടെ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നാൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളിൽ നിന്ന് മുഴുവൻ ഒളിച്ചോടാനും രക്ഷപ്പെടാനും കഴിയുമെന്ന് അവന്തികയ്ക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ എനിക്ക് മാത്രം എന്താണ് മറുപടി തന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ റെക്കോർഡിന്റെ ഇതിൽ തന്നെയാണ് അയാൾ എനിക്ക് മറുപടി തന്നെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള വ്യക്തികൾക്ക് ആർക്കും ഇയാൾ മറുപടി കൊടുത്തിട്ടുമില്ല. ഒരുപക്ഷെ അതൊരു ഗൂഢാലോചനയാണെങ്കിലോ മറ്റൊരു തന്ത്രമാണെങ്കിലോ ഉള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യം കുറഞ്ഞ പരാതി താങ്കളുടേതാണ്. മറ്റേതൊക്കെ ഗർഭചിത്രമാണ്. അപ്പൊ ആ വിവാദങ്ങളിൽ നിന്ന് വാർത്ത തിരിച്ചുവിടാൻ അതിലെ ഏറ്റവും ലഘുവായ ഒരു ആരോപണം മുമ്പിൽ വെച്ച് നടത്തുന്ന ഒരു നീക്കമാണെങ്കിലോ? മറ്റുള്ളവർക്കൊരു ബാക്ക് സപ്പോർട്ടും ഉണ്ട്. ബിക്കോസ് എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇവിടെ പോരാടുന്നത്. എനിക്കൊരു പാർട്ടിയുടെ സപ്പോർട്ട് ബാക്കിൽ നിന്ന് കിട്ടുന്നില്ല.